ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൽ നമ്മുടെ വേദ എഴുന്നേറ്റ് നോക്കുമ്പോൾ വിക്രത്തിനെ കാണില്ല കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര വിഷമാവും. വേഗം തന്നെ ഇഷിതേനെ വിളിച്ചിട്ട് പറയും, ഇങ്ങനെ വിക്രത്തിനെ കാണാനില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇഷിത ഡോക്ടർ വേദനെ സമാധാനിപ്പിക്കും. നീ വിഷമിക്കണ്ട, നിന്നോട് പറയാതെ നിൻ്റെ വിക്രം എങ്ങോട്ടും പോവില്ല, വിക്രം തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് ഇഷിത സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രം ഹോസ്പിറ്റലിൽ എത്താണ്. അച്ഛൻ വന്ന് വാതിൽ തുറക്കുകയാണ്. കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അച്ഛന്, അമ്മയ്ക്കും. അങ്ങനെ അച്ഛനും അമ്മയും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അമ്മയുടെ വിഷമങ്ങളൊക്കെ കേട്ട് അമ്മേനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നീ അവിടെ നിൽക്കുന്നത് അത്ര സേഫൊന്നുമല്ല, എല്ലായിടത്തും ലുക്കൗട്ട് നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നീ പോയി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നതാണിക്കും നല്ലതെന്നൊക്കെ മാഷ് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേണ്ട അച്ഛ, എല്ലാ കാര്യങ്ങളും വേദയല്ലേ തീരുമാനിച്ചത്, അവൾ പറയണ പോലെ നമുക്ക് കേൾക്കാമെന്നൊക്കെ പറയാണ് കേട്ടോ. മാഷ് വേദ പറയും പോലെ തന്നെ തീരുമാനിക്കാം, പക്ഷേ വേദ തന്നെ നിന്നെ മോചിപ്പിച്ച് കൊണ്ടുവരും, നീ ഒന്ന് സമാധാനിപ്പിക്കാവോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വേദേനെ പറയുന്നത് അനുസരിക്കാനാണ് കേട്ടോ വിക്രത്തിന് ഇഷ്ടം. വേണ്ടാന്നൊക്കെ പറയാണ്. അങ്ങനെ വേദ പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വിക്രം പോരുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് മിണ്ടാതെ വേദ അറിയാണ്ട് തന്നെ അവിടെ കിടക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദ വിക്രത്തിനെ കാണും കേട്ടോ. അപ്പോൾ വേദയ്ക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരും. വേദ ദേഷ്യത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. അവസാനം വേദ പറയും, വിക്രം ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ എൻ്റെ രക്തത്തോട് തന്നെയാണ് ഈ പൊരുതുന്നത്, നിയമത്തിൻ്റെ മുന്നിൽ ആ കുറ്റവാളിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയാണ് കേട്ടോ. അതേപോലെ തന്നെ അച്ഛനെ കാണാണ്ടായതിൽ പങ്ക് നമ്മുടെ ശ്രീയേട്ടനാണെന്നുള്ള കാര്യമൊക്കെ വേദ വിക്രത്തിനോട് പറയട്ടെ. എല്ലാം കൂടി കേൾക്കുമ്പോൾ വേദയ്ക്ക് ദേഷ്യം വരും. വേഗം ചാടി എഴുന്നേറ്റിട്ട് വിക്രം ശ്രീയേട്ടനെ പിടിക്കാൻ വേണ്ടി അവിടെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ വേദ ഒരു വിധത്തിൽ പറഞ്ഞ് വിക്രത്തിനെ റൂമിൽ തന്നെ പിടിച്ച് നിർത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.